അമ്മേ ഞാൻ പോണ്ടാ. കിച്ചു നിക്കടാ. ആ മീൻ വാങ്ങാനുള്ള പൈസ എടുത്തിട്ട് പോട്. അത് അച്ഛൻ വരുമ്പോ കൊണ്ടുവരും അമ്മേ. എടാ അച്ഛൻ വരുമ്പോ വൈകൂ. അത് അച്ഛൻ വരുമ്പോ കൊണ്ടുവരും, ഞാൻ കളിച്ചിട്ട് വരാം. മീൻ വാങ്ങാൻ പറയുമ്പോ അവന്റെ ഒരു ഉമ്മ. എടാ കിച്ചേ പൊന്നമ്മ കളിക്കാൻ പോവാണ് പിന്നീന്ന് വിളിക്കണേ. ഓ ഈ ചെക്കന്റെ ഒരു കാര്യം. അമ്മ മീൻ മാറ്റി പിടിക്കുന്നെങ്കിലും. എടാ അവിടെ നോക്ക്, അവിടെ നോക്ക്. എടാ നോക്ക്. എടാ കേറ് ടിപ്പു കേറ്. ടിപ്പു അടിക്കടാ. എവിടെ? എടാ കേറ് 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 കേറ്. എടാ ബ്ലോക്ക് ചെയ്യടാ. എന്തോ ഫൗള് ചെയ്യണേ? എന്താ ഫൗള് ചെയ്യണേന്ന്? എന്ത് ആര് കളിച്ച് ജയിക്കടാ? അവന്റെ ഒരു കളിച്ചെന്നെ ജയിക്കാൻ പോകുന്നേ. നീ കൊറേ നാളാണെന്ന് ഫൗള് കളിക്കണേ. എന്ത് ഫൗളല്ല? ഒന്ന് ഹലോ 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 വിലാടാ, ഇയാളെന്താ വിളിച്ചിട്ട് കിട്ടാതെ? ഹലോ വിലാടാ, ഹലോ വിലാടാ, എന്തായി നമ്മുടെ രേഖന്റെ കാര്യം? വേഗം നടക്കുവോ? ആണോ? എനിക്കെന്നെ കിട്ടുമല്ലേ? ആണോ? ഓക്കെ. വിടുതൽ പ്രക്രിയ തീരുമാനമായില്ല, പ്രതിസന്ധി രൂക്ഷം. അല്ല സന്ദീപേ, അന്റെ പാർട്ടിയല്ലോടെ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഉളുപ്പുണ്ടാ എനക്ക്? പഞ്ചായത്തിന് പൈസ മുഴുവൻ കട്ട മുടിച്ചില്ല എന്റെ പാർട്ടി. എന്ത് പാർട്ടി, എന്ത് ഭരണം അവിടെ നടത്തുന്നത്? ഇതാ മാമ, നിങ്ങളെ പ്രായമൊന്നും ഞാൻ നോക്കൂലേ കേട്ടോ. എന്റെ പാർട്ടിയെ കൊണ്ട് പറഞ്ഞാണ്ടല്ലോ, നിങ്ങളൊക്കെ കട്ടുമുടിച്ച് നടന്നൊരു ഭരണമടം ഉണ്ടേന്. നോക്കി ഇതാ മാമ, നിങ്ങളെ പാർട്ടിക്കാരാ. അതിനേക്കാ വലിയ തട്ടിപ്പിന്റെ അർത്ഥം ഇവിടെ ഉണ്ടാ. ഇതിപ്പോ നിങ്ങൾ നമ്മളത് മാത്രമേ കാണുള്ളൂ അല്ലേ? വേറൊരു പാർട്ടിന്റെ നിങ്ങൾ കാണൂല. കട കിട്ടുന്നൊക്കെ നീയൊക്കെ വീതിച്ചെടുക്കല്ലേ? അനക്ക് എത്ര കിട്ടി? നമ്മളെ റോഡിന്റെ അവസ്ഥ കണ്ട അല്ലെന്ന്. നിങ്ങൾക്ക് നിങ്ങളെ പാർട്ടിന്റെ കാര്യം നോക്കിയാ പോലെ. പത്രത്തിൽ പറ്റിയോ മാമ? ഞാൻ പറഞ്ഞ ലേസിന്റെ കാര്യം ഇപ്പൊ എടുക്കല്ലേ? ഞാനിവിടെ ചന്തിയും കുത്തി വീണപ്പോ നീ എന്നെ എടുക്കാൻ വന്നില്ല, നീ എന്നെ LIC എടുപ്പിക്കാൻ വന്ന. ഈ കാര്യവും പറഞ്ഞ് നീ എന്നെ വീട്ടിന്റെ പരിസരത്ത് വന്ന കാളി ഞാൻ ചോട്ട് ഓടിക്കും. ഓ എന്നെ കണ്ടപ്പോ നോക്കണ്ടേ? പിന്നെ നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ കിച്ചുവിന് സന്തോഷ് ട്രോഫിയിൽ സെലക്ഷൻ കിട്ടി. ദാ പേപ്പറിലുണ്ട്. ഓൻ അവിടെ എത്തുന്ന പണ്ടേ നമുക്ക് അറിയണ കാര്യല്ലേ? തന്നെ നമ്മളെ കളി കണ്ടിട്ടില്ല ഓൻ പഠിച്ചത്. ഏത് നമ്മുടെ കിച്ചുവിന്റെ അച്ഛൻ കുഞ്ഞിരാമനെ നല്ലൊരു കളിക്കാരനായിരുന്നു. ശരിയാ. ഓ വരിയടാ, ഒരു ചായ കുടിക്കാം. പാലും പഞ്ചസാരയും കൂട്ടിട്ട് ഒരു അടിപൊളി ചായ ഇട്ടേ. അതെ, പാല് വേണം എത്രയും കൂട്ടിക്കും, പക്ഷെ പഞ്ചാര കൂട്ടണ്ട. പഞ്ചാരയുള്ള ആദ്യത്തെ പ്രശ്നം. അപ്പൊ പാലില്ലാത്ത ചായയാണോ ഉമ്മക്കൊക്കെ തരുന്നത്? ഞാനതൊരു ഓളത്തിന് പറഞ്ഞാണ്ടോ, നിജായ്മ പിടിച്ച് തൂങ്ങാൻ നിക്കണ്ട. അല്ല ഇനിയിപ്പോ അത് പറഞ്ഞോളി. അല്ലടോ, നിങ്ങളൊരു കാര്യം അറിഞ്ഞില്ലേ? നമ്മളെ കിച്ചുവിന് സന്തോഷ് ട്രോഫി ടീമിൽ സെലക്ഷൻ ഉണ്ട്. അത് തന്നെ. അതെ, ഓയെ കോച്ചിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പേ പഞ്ചായത്തിന്റെയും ക്ലബിന്റെയും വക നമുക്കൊരു യാത്ര കൊടുക്കണ്ടേ? അതെന്തായാലും വേണം. കിച്ചുവിന്റെ പേരെ കളിച്ചു വളർന്നതാ ഞാന്. അതിന്റെ സന്തോഷം എനിക്കുണ്ട്. ചായക്ക് പൈസ അന്നത്തെ ചായ എന്റെ വക ഫ്രീ. ആയിക്കോട്ടെ. ഓന് കളിച്ച് വലിയ ആളാവണമെന്ന് പണ്ടേ ഓൻ വിചാരിച്ച. എമ്മാരി കളിയ മക്കളെ, നിങ്ങൾ കണ്ടിരുന്നത് പൊളിക്കും. എടോ, ഓൻ ഇവിടെ പഞ്ചായത്തിന്റെ മുത്താണ്ടോ. ഈ പരിപാടി നമുക്ക് ഗംഭീരാക്കണം പ്രസിഡന്റ്. ആക്കണടോ.
ടിപ്പു നമുക്ക് വാർഷികാഘോഷത്തിന്റെ കാര്യം ആലോചിക്കൊന്നും ഇരിക്കണ്ടേ? മീറ്റിങ്ങിന് ഞാനും വരാം. ആ നമുക്കൊന്ന് എന്താണെടോ പണിക്കൊന്നും പോവാതെ ഇങ്ങനെ എന്നാ ഇപ്പൊ തന്നെ കുത്തിരിക്കുന്ന പണിക്കോ. ഇഷ്ടംപോലെ. നീ എങ്ങോട്ട് പോകും? ഒരു അല്ല, ഞാനെന്തിനു പണിക്കും? വിവരില്ലേ നിനക്ക്? പണിക്ക് പോകാൻ? എനിക്ക് വിയർപ്പിന്റെ അസുഖമുള്ളതാ. എന്ത് കോലാടാ അത്? ദേ ഇരിക്കുന്നു പുയ്യാപ്പിള കോട്ടും സൂട്ടും ഇട്ടിട്ട്. പിന്നെ അല്ല. രണ്ട് പിയ്യാപ്പിളമാര്. അബിയേ വെള്ളമൊക്കെ കുറഞ്ഞോ പോയാലേ? എടാ മോനെ സൂക്ഷിച്ചൊക്കെ പോണേ. പോടാ കൊരങ്ങ. കിട്ടിയില്ലോ? എന്താടാ, കിട്ടിയില്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നു. കിച്ചോ എന്തേടാ? മാറ്. കിച്ചോ എന്താടാ മനുഷ്യന്റെ ശ്രദ്ധ? എന്താടാ? പിന്നെ കിച്ചോ എന്താണ് മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കാൻ? അത് ശരി അവിടെ ആയിരുന്നില്ലേ ശ്രദ്ധ. നാണക്കെടാ. എടാ ഇത്രയും കാലായിട്ട് ഇനി ഓളെടുത്ത് പോയി ഒന്ന് സംസാരിച്ചിക്കോ. കഷ്ടം. ടിപ്പു ഇവന് സംസാരിക്ക. എടാ ഇവന് ഇവിടെ കാണുമ്പോ തന്നെ പേടിയാടാ. ഒരു കാമുകം വന്നിരിക്കുന്നു. അല്ല ഞാനിങ്ങനെ ഏയ്. എന്താടാ? ശാവങ്ങൾ. എന്റെ ചങ്ങായി എന്ത് പൊട്ടിക്കലായത്. എങ്ങനുണ്ട്? ഓ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയണ നേരത്തെ ഇവന് ഈ പൊട്ടിക്കണ അസുഖം പണ്ടേളതാ. ഉഫ്. എടാ എടാ നിന്റെ ആള് വന്നടാ. പോയി സംസാരിക്കടാ. എടാ ആദ്യം അവരൊന്നും ഇങ്ങോട്ട് എത്തട്ടെ. എടാ ഓളോട് സംസാരിക്കാൻ പറ്റിയ ബെസ്റ്റ് ചാൻസ് ഇതാട്ടോ. എടാ ഓളെ കണ്ടിട്ട് ആടെ പേടിച്ച് മൂത്രം നോക്കിയല്ലോ. എടാ ചെല്ലടാ പോയി സംസാരിക്കടാ. ഞാൻ എങ്ങനെ സംസാരിക്കാനാണ്? എന്തായാലും പറയണം. ഇപ്പോ എപ്പോ? ഓടാ ഓടാ പോയി പറ. അവന്റെ ഒരു ഒലക്കമ്മത്തെ പേടി. ഓടാ പോയി മിന്നു. പറഞ്ഞു. ആ എന്താ കിച്ചു? എന്തോ പറയാനുണ്ടല്ലോ. അതൊക്കെ പറയാനുള്ള കാര്യം പറയാൻ അവർക്കെന്തോ അല്ല എനിക്കെന്തോ പറയാനുണ്ട്. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ആണോ? ആ വായും തന്നെ കേക്കട്ടെ, പറ. സന്തോഷ് ട്രോഫി കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അതെന്താടി നിനക്കൊരു സന്തോഷമില്ലാത്ത മിന്നു? എടാ പൊട്ട, ഞാൻ ഇത് ഓൾറെഡി പത്രത്തിൽ നിന്ന് വായിച്ചു. പത്രത്തിലൊക്കെ വായിച്ചോ? ശടാ. എന്നിട്ട് സന്തോഷായോ? എനിക്കെന്താ സന്തോഷം? പിന്നെ സന്തോഷം. എന്താ? ഞാൻ അന്ന് ബോള് തട്ടിക്കളിച്ചിട്ടല്ലേ കിച്ചു വലിയ കളിക്കാരനൊക്കെ ആയത്. അത് മറക്കരുത് കേട്ടോ. ഇല്ല, അത് ഞാൻ മറക്കില്ലല്ലോ മിന്നു. കിച്ചു വലിയ പെലയും മരണോനെയൊക്കെ ആയി കഴിഞ്ഞാ നമ്മളെയൊക്കെ മൈൻഡൊക്കെ ചെയ്യണേ. ഞാൻ മറക്കില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. അതെ, വലിയ ആളായി പട്ടണത്തിൽ കളിക്കാൻ പോകുമ്പോഴേ അവിടെ കൊറേ പെമ്പിള്ളാരുണ്ടാവും. അവരെങ്ങാനും വായി നോക്കിയാ ഇല്ലില്ല. എങ്ങാനും വായി നോക്കിയാ ഞാൻ അറിഞ്ഞ കൊല്ലില്ല. അതിന് മിന്നുന്റെ അത്ര സൗന്ദര്യമുള്ള ആരും അവിടെ ഇല്ലല്ലോ. ഇപ്പൊ അതൊക്കെ പറയും. എടാ തക്കാളി മേടിച്ചിട്ട് വാടാ. പോവമ്മ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. എടാ കിച്ചു, കിച്ചുട്ടാ. എന്താ അമ്മ? നീ അമ്മേനോടൊന്നും പറയുന്നില്ലെങ്കിലോ? എല്ലാം അറിയണ്ടട്ടാ ഞാൻ. അമ്മ എന്തറിഞ്ഞു നീ പറയണേ? അയ്യോ, അവൻ അറിഞ്ഞിട്ടില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ, ഈ നാട്ടുകാരും അയൽക്കൂട്ടത്തിലെ ആൾക്കാരൊക്കെ പലതും പറയും. അത് കേട്ട് അമ്മ എന്നെ സംശയിക്കരുത്. എടാ, ഓ, ആ മിന്നുട്ടി നീയും തമ്മില് എന്തോ ലവാന്നോ എന്തോ പറയണ്ടല്ലോ. എന്താ ഒന്നും പറയാനില്ലേ? പെൺകുട്ടി ഞാനും തമ്മില് ലവ്ന്ന്. ലവ്വോ? അയ്യോ, അവൻ കേട്ടിട്ടില്ല. ലവ്ന്ന് നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. അതിപ്പോ നാട്ടുകാർക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്ത? ഈ അയൽക്കൂട്ടത്തിലെ ആൾക്കാർ പറയണമെന്നൊന്നും അമ്മ അങ്ങനെ വിശ്വസിക്കണ്ട. അപ്പൊ ഒരു വെറുതെ പറയുന്ന? വെറുതെ പറഞ്ഞ തന്നെ ആയിരിക്കും. ശരിക്കും അതിപ്പോ അങ്ങനെ എങ്ങനെ പറ്റിപ്പോയി.
എടാ കുഴപ്പമൊന്നുമില്ലടാ. നീ എന്തായാലും പിടിച്ചത് പുളിങ്കൊമ്പാണല്ലോ. ഞാൻ പുളിങ്കൊമ്പായതുകൊണ്ടൊന്നല്ല പിടിച്ചത്. ആൾക്കാർ വെറുതെ ഓരോ പിന്നെ വെറുതെ പറയാൻ ആൾക്കാർക്ക് വട്ടല്ലേ. എടാ അവക്ക് എന്താടാ കുഴപ്പം? കാണാനും നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല മുടിയാണ്. അപ്പൊ നീ നോക്കിയിട്ടുണ്ട്? അത് പിന്നെ എടാ ഞാനവളെ മരുമോളായിട്ടല്ല എന്റെ മോളായിട്ട് കണ്ടുപോയി. അമ്മ കണ്ടു അമ്മ. ആണോ? ഉം, ശരിക്കും? ഉം, ശരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ട്. ഉണ്ടോന്ന് ചോദിച്ചാ ശരി. അയ്യടാ അവന്റെ ഒരു പുന്നാരം. പോയി തക്കാളി മേടിച്ചിട്ട് പാടാ. അതെ, ഈ അയൽക്കൂട്ടത്തിലെ ആൾക്കാർ എന്നെ അവളിയും പറ്റിട്ട് എന്തൊക്കെ പറഞ്ഞു? അയ്യോ പറഞ്ഞു തരട്ടെ മോനെ, പറഞ്ഞു. പറയട്ടെ. കൂടെ ചെന്ന് തക്കാളി മേടിക്കടാ. അവന്റെ ഒരു കൊഞ്ചല്. തക്കാളി വാങ്ങിക്കൊണ്ടെന്നാ പറയോ? പറയില്ല? ഇപ്പൊ തന്നെ പറയട്ടെ? വേണ്ട, പറയട്ടെ? വേണ്ടെന്നേ. എന്നാ പോടാ. പോട്ടെ, പോയിട്ട് വരാം. അമ്മരൊരു കാര്യം.